അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. നമ്മളിപ്പോൾ പോകുന്നത് സമാപന സമയത്ത് ഇതിൻ്റെ സംഘാടകർ അവസാനഘട്ട അവലോകനവുമായിട്ട് റൈറ്റ് വിഷ്ണുപ്പം ചേരുകയാണ്. അക്കാദമിക് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതൃനിര നമ്മോടൊപ്പമുണ്ട്. പരിപാടി സമാപനത്തിലേക്ക് അടുക്കുന്നു. എനിക്ക് തോന്നുന്നു വേദി 1 പരിപാടികൾ ചരിത്രത്തിലാദ്യമായി ഉച്ചയോടുകൂടെ തന്നെ അവസാനിക്കുന്ന രീതിയിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. എന്താണ് അവസാന ഘട്ടത്തിൽ കാണികളോടും കുട്ടികളോടുമൊക്കെ പറയാനുള്ളതും ഒരു വിലയിരുത്തലും സർ? ഇത് ഒരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ്. എല്ലാവരും എണ്ണയിട്ട യന്ത്രം പോലെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് ഒരു പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇടയില്ലാതെ ഈ മേള മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വടക്കാഞ്ചേരി ഉപജില്ലയിലെ 10 അധ്യാപക സംഘടനകൾ, അതിൻ്റെ പ്രതിനിധികൾ, അവരുടെ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു അക്കാദമിക് കൗൺസിൽ, അതോടൊപ്പം തന്നെ 14 സബ് കമ്മിറ്റികൾ, ആ സബ് കമ്മിറ്റികളുടെ കൺവീനർമാർ, ചെയർമാൻമാർ. അതിനെക്കുറിച്ച് പറയുമ്പോൾ ചെയർമാൻമാരെല്ലാവരും ജനപ്രതിനിധികളാണ്, അവർ പൊതുപ്രവർത്തനത്തിൽ മുഴുകിയിട്ടുള്ളവരാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു വിഷയമായിരിക്കില്ല. കൺവീനർമാർ പക്ഷേ അധ്യാപകരാണ്. കൺവീനർമാരെ സംബന്ധിക്കുമ്പോൾ അവർ അധ്യാപകരാണ്. അവരുടെ സ്കൂളുകളിൽ ക്ലാസ്സുകൾ എടുക്കണം. സ്കൂളിലെ ഓരോ പരിപാടിക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ കൺവീനർമാരായിട്ടുള്ള കൂടുതൽ അധ്യാപകർ മെയിൽ സ്റ്റാഫാണ്. അപ്പോൾ ഈ മെയിൽ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിൽ എണ്ണം കൊണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സ്കൂളിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവരുടെ തലയിലേക്ക് കൂടുതൽ വരാറുമുണ്ട്. അപ്പോൾ ഈ തിരക്കുകൾക്കൊക്കെ ഇടയിലും കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കാലമായിട്ട് അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, അവർക്ക് മാറ്റിവെക്കാവുന്ന അവരുടെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളാണ്, കാര്യങ്ങളാണ്, അവയെല്ലാം മാറ്റിവെച്ചിട്ട് അവർ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമാപന സമ്മേളനം സമയബന്ധിതമായിട്ട് തന്നെ നടക്കും എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 1ാം വേദി ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ അത് റിസപ്ഷൻ കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കണം. അതാണ് പ്രോഗ്രാം കമ്മിറ്റിയോടുള്ള നമ്മുടെ ആദ്യത്തെ ആവശ്യം. അപ്പോൾ അത് അവർ സമയത്ത് തന്നെ അത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ അവർക്ക് റിസപ്ഷൻ കമ്മിറ്റിക്ക് കൊടുക്കും. റിസപ്ഷൻ കമ്മിറ്റിക്ക് അവരുടേതായ ഒരുക്കങ്ങൾ നടത്താനുണ്ട്. ആ ഒരുക്കങ്ങൾക്ക് ശേഷം ട്രോഫി കമ്മിറ്റി. ഈ ട്രോഫി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ഈ ഓവറോൾ എന്നൊരു അങ്ങനെയാണ് പറയുന്നത്, ഓവറോൾ ട്രോഫി എന്ന്. പക്ഷേ ഈ ഓവറോൾ ട്രോഫി എന്ന് പറയുമ്പോൾ ഒരു 1 മുതൽ 12 വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട്. 1 മുതൽ 4 വരെ മാത്രമുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട്. 5, 6, 7 പഠിക്കുന്നവരുണ്ട്. 8, 9, 10 മാത്രമുള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണത്തിൽ വളരെ അന്തരം ഉണ്ടാവും. അപ്പോൾ ഈ അന്തരം അനുസരിച്ച് ഓവറോൾ എന്ന് പറയുമ്പോൾ ഒരു LP സ്കൂള് 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ മത്സരിക്കുന്ന സ്ഥാനത്ത് 1 മുതൽ 12 വരെ മത്സരിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന പോയിന്റുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓവറോൾ എന്നതിന് പകരം നമ്മൾ വടക്കാഞ്ചേരി ഉപജില്ല കാലങ്ങളായി കൊണ്ടുപോകുന്നത് അഗ്രിഗേറ്റ് എന്ന് കൊടുക്കുക. അഗ്രിഗേറ്റ് കൊടുക്കുമ്പോൾ ഓരോ വിഭാഗത്തിനും അഗ്രിഗേറ്റ് മീൻസ് LPക്ക് 1, 2, 3 സ്ഥാനങ്ങൾ, UPക്ക് 1, 2, 3 സ്ഥാനങ്ങൾ, HS-ന് 1, 2, 3 സ്ഥാനങ്ങൾ, HSS-ന് 1, 2, 3 സ്ഥാനങ്ങൾ. അപ്പോൾ ഈ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഇതിങ്ങനെയല്ല. കാരണം സ്റ്റേറ്റിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അല്ല, ജില്ലയ്ക്ക് വരുമ്പോൾ തന്നെ UP, HS, HSS, LPയുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഉപജില്ലയാണ്. ഇവിടെ കൊണ്ട് കഴിഞ്ഞു. UPയുടെ സ്റ്റേറ്റ് റവന്യൂ ജില്ലയാണ്. അപ്പോൾ അവർ റവന്യൂ ജില്ലകൊണ്ട് കഴിഞ്ഞു. പക്ഷേ അപ്പോൾ ജില്ല കണക്കാക്കുമ്പോൾ അവിടെ ഇതുപോലെ സ്കൂളുകളല്ലോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 12 ഉപജില്ലകളാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ഓവറോൾ വരുന്നത് ഉപജില്ലയ്ക്കാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കുട്ടികൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അവർ പങ്കെടുക്കുമ്പോൾ നമ്മുടെ 14 ജില്ലകളുടെ മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത്. ഷെരീഫ് മാഷ്, അങ്ങനെയാണ് ഇത് മത്സരം നടക്കുന്നത്. തീർച്ചയായും വളരെ ആശ്വാസത്തിൻ്റെ ഒരു തെളിച്ചം എല്ലാവരുടെയും മുഖങ്ങളിലുണ്ട്. സാധാരണ അവസാനിക്കുന്ന ദിവസം ചിലപ്പോൾ വളരെ വൈകി കഴിയുന്ന സാഹചര്യമുണ്ട്. രാത്രി വളരെ വൈകി പ്രോഗ്രാം നടക്കുന്ന സാഹചര്യങ്ങളുണ്ട്.
വൈകുന്നേരത്ത് ഭക്ഷണം ഏർപ്പാട് ചെയ്തു കൊടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള യാതൊരുവിധ സാഹചര്യങ്ങളും കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വരവൂരിൽ സംഭവിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നലെ ആണ് ഏറ്റവും വേദി 1-ൽ 9:10 എന്ന സമയം കാണിച്ചത്. അതും സംഘാടക സമിതി മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി തീരുമ്പോൾ 9 മണിയെങ്കിലും ആവുമെന്ന് പറയാൻ കഴിഞ്ഞു. 9:10 പരിപാടി അവസാനിച്ചു. സംഘാടനത്തിൽ തീർച്ചയായും എനിക്ക് തോന്നുന്നു സുരേഷ് ബാബു മാഷെ, നമ്മൾ ഈ കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ 10 അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളുണ്ട് എന്ന് നമ്മൾ പറയെങ്കിലും ഇതിനകത്ത് സത്യത്തിൽ സംഘടനകൾ എന്നുള്ള 4 ദിവസമായിട്ട് മറന്നു എന്നുള്ളതാണ് ഈ കൂട്ടായ്മയിൽ കണ്ട ഒരു മികവായിട്ട് തോന്നിയത്. സ്വന്തം സംഘടനയുടെ പേരൊക്കെ ഈ 4 ദിവസങ്ങളിൽ ആരും അങ്ങനെ ഓർത്തിട്ടില്ല. പകരം കലോത്സവം എന്ന ഒരു സംഘടനയാണ് ഇവരെയൊക്കെ എല്ലാവരെയും ചേർത്ത് നിർത്തിയത് എന്നതാണ് തോന്നുന്നത്. അത് വളരെ അനുകരണീയ മാതൃകയാണ്. കലോത്സവത്തിൻ്റെ പടിക്കപ്പുറം സംഘടനയുടെ പേര് വയ്ക്കുകയും കലോത്സവ വേദിയിൽ എല്ലാവരും ഒരു ടീമായി മാറുകയും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും അതേ നേതൃത്വം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ആ ഒരു ഫ്ലെക്സിബിലിറ്റി അതിമനോഹരമാണ്. ആ ഒരു കെമിസ്ട്രി അതിമനോഹരമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ മാഷ് പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തു കൂടിയുണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ടല്ല, അതിനു മുമ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ സംഘാടക സമിതിയുടെ രൂപീകരണം മുതൽ ഇവിടെ ആ ഒരു വേർതിരിവില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ സംഘടനകളുടെ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരവർക്ക് കിട്ടിയ കമ്മിറ്റികളുടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും കൺവീനർമാരും ബാക്കിയുള്ള സംഘടനാ നേതാക്കളും അക്കാദമിക് കൗൺസിലും ഒക്കെ ശ്രമിക്കുന്നത് ഇതിനെ ഓവറോൾ എല്ലാ പരിപാടിയും നല്ല രീതിയിൽ കൊണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത, നമ്മൾ മറ്റ് ഉപജില്ലകളെ അപേക്ഷിച്ച് വടക്കാഞ്ചേരി മോഡലിന് എടുത്തു പറയുന്നൊരു സാധനമുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല, നമ്മുടെയൊക്കെ പൂർവികരായിട്ട് തന്നെ തുടങ്ങി വെച്ചതാണ്. അവർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, സംഘടനകളുടെ നിലപാടുകളുണ്ട്. അതൊക്കെ ആ വേദിയിൽ. ഇതെന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ഉപരിതലത്തിലെ മത്സരങ്ങളിലേക്ക് പ്രാപ്തരാക്കാൻ, അവരെ പങ്കെടുപ്പിക്കാൻ, നമ്മുടെ ഉപജില്ലയുടെ പേര് മുകൾ തട്ടിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്നത്. അത് അവർ തുടർന്നു വന്ന അതേ പാത ഇന്ന് നമ്മളും തുടർന്നു പോകുന്നു. തീർച്ചയായും സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു ഉദാത്തമായ തലം അത് തന്നെയാണ്. തീർച്ചയായിട്ടും സങ്കുചിതമല്ലല്ലോ. അല്ല, വിശാലമായ കാഴ്ചപ്പാടാണ് സംഘടനകളൊക്കെ തന്നെ മുൻപിലേക്ക് വയ്ക്കുന്നത്. നമുക്ക് എല്ലാ കൺവീനർമാരും ഉണ്ട്. എല്ലാവരുടെയും ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ റിസൾട്ട് ആയിട്ട് പബ്ലിസിറ്റി കൺവീനർ ഉണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ മാഷേ? ഇപ്പോഴത്തെ സ്ഥിതി കുറച്ചും കൂടെ ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും ഒരു വിധി പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ചില റിസൾട്ടുകൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇന്നലെ നമ്മൾ വൈകുന്നേരത്ത് പ്രഖ്യാപിക്കുമ്പോൾ വടക്കാഞ്ചേരിയും ചേലക്കരയും തമ്മിലുള്ളൊരു മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2 മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പോൾ വടക്കാഞ്ചേരിയിലെ വിദ്യാലയങ്ങളും ചേലക്കരയിലെ വിദ്യാലയങ്ങളും എന്നാണ്. അതിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, അത് അറിയാറായിട്ടില്ല. ഏകദേശം ആ രീതിയിൽ തന്നെ തുടർന്നു പോകുന്നത്. റിസൾട്ട് ഇന്നലെ രാത്രിയിൽ കഴിഞ്ഞ കുറേ റിസൾട്ടുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അതൊന്ന് നമുക്ക് പറയാം. ഇന്നലെ 1ാം വേദിയിൽ നടന്ന HS വിഭാഗം വട്ടപ്പാട്ട് ബോയ്സിൻ്റെ റിസൾട്ട് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് NSS HS മുള്ളൂർക്കര ഷഹീൻ ഷാ KNN ടീം നയിച്ച ഹൈസ്കൂളാണ്. ഹൈസ്കൂളാണ്. NSS തന്നെയാണ് അവിടെ മുൻപിൽ നിന്നിരുന്നത്. അപ്പോൾ അവരുടെ പോയിന്റ് നില വീണ്ടും കൂടുന്നുണ്ട് എന്നാണ് അർത്ഥം. തൊട്ട് പിറകെ വന്ന റിസൾട്ട് ഉപന്യാസം ഹിന്ദിയിൽ ദേവിക ഹരീഷ് JMJ EMH അത്താണി. അപ്പോൾ മത്സരം കടുക്കുകയാണ്. കനത്ത മത്സരത്തിലേക്ക് പോവുകയാണ്. 2 വിദ്യാലയങ്ങൾ തമ്മിൽ നല്ല മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് നിലയിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഫോട്ടോ ഫിനിഷിലേക്കാണ് പോകുന്നത്. ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ. നേരത്തെ മാഷിനോട് ചോദിച്ച ചോദ്യം നമുക്ക് കൃത്യസമയത്തിന്റെ പരിപാടി നടത്തി. ഇപ്പോൾ പ്രോഗ്രാം കൺവീനറുടെ കോളാണ് ഞാൻ ഇവിടെ അറ്റൻഡ് ചെയ്തത്. നമുക്ക് ഒരു 5 മണിക്കുള്ളിൽ പ്രോഗ്രാമുകൾ തീർത്ത് 6 മണിക്ക് എല്ലാ റിസൾട്ടുകളും പ്രഖ്യാപിച്ചു. അപ്പോൾ നമുക്കൊരു 5:30 സമാപന സമ്മേളനം തുടങ്ങാൻ സാധിക്കുമെന്നൊരു ആശ്വാസകരമായ മറുപടി കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ വേദി 4 ദിവസങ്ങളിലെ കലോത്സവം സമാപനത്തിലേക്ക് പോവുകയാണ്. 1ാം വേദിയിൽ പരിപാടികൾ കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറെ നമുക്ക് ഈ പവലിയനിൽ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു മേളയെ സംബന്ധിച്ച് പറയുമ്പോൾ ബാക്കി എല്ലാ കൺവീനർമാരെക്കാളും
ഈ മേളം നടക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക റെസ്റ്റ് ഇല്ലാതെ എല്ലായിടത്തും എത്തേണ്ടത്. എന്നാൽ കാഴ്ചക്കാർക്ക് വരുന്നുണ്ട്, കാരണം അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത് പ്രോഗ്രാം കൺവീനറുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും അദ്ദേഹം ഇവിടെ വരും. മാത്രമല്ല ഇവിടെ വരുന്നതല്ല ഉത്തരവാദിത്വം എന്നതും ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതും പ്രവർത്തനങ്ങളിൽ തെളിയാണ്. തീർച്ചയായും അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുതൽ ഫുഡ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, രജിസ്ട്രേഷൻ, പബ്ലിസിറ്റി എന്ന് വേണ്ട നമ്മുടെ ഈ 14 കമ്മിറ്റികളും, ഓരോന്നും പേര് പറയല്ല, നമ്മുടെ ഈ 14 കമ്മിറ്റികളും ആ കൺവീനർമാർ അവരുടെ എന്താ പറയാ ബെസ്റ്റ് കൊടുത്ത് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് ആ ഒരു ക്രോഡീകരണം ഉള്ളത് കൊണ്ടാണ് ഇത്രയും മനോഹരമായി ഇത് മുൻപിലേക്ക് പോകുന്നത്. അതാണ് പക്ഷേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ വടക്കാഞ്ചേരി മോഡൽ. കാരണം ഇത് ഇവിടെ സംഘടന നോക്കിയിട്ടൊന്നുമല്ല. ഇപ്പോൾ ഒരു സംഘടനയെ ഒരു കമ്മിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്യട്ടെ എന്നല്ല, നമ്മൾ ബാക്കി എല്ലാവരും അതിനകത്ത് കയറി ഇടപെടും. കാരണം എന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അവിടെ നമ്മൾ ഈ ഇതിൻ്റെ പുറത്ത് ചില സ്റ്റേറ്റുകളുടെ നിലപാടുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വരുമ്പോൾ അവിടെ അവർക്കൊരു പൊളിറ്റിക്സും കാണാറില്ല. അതിമനോഹരമായ ഒരു യൂണിഫോമിറ്റി, അതിനകത്ത് ഒരു ഏകീകരണം കാണാറുണ്ട്. ഏതാണ്ട് അതുപോലെയാണ് വടക്കാഞ്ചേരി മോഡൽ. തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയുടെ കാര്യം വരുമ്പോൾ 10 സംഘടനകളും വടക്കാഞ്ചേരി എന്നൊരു ഒറ്റ കൊടിക്കീഴിലാണ്. തീർച്ചയായും അതിനാണ് നമ്മൾ ഈ അക്കാദമിക് കൗൺസിൽ എന്ന സംവിധാനം തന്നെ കേരളത്തിൽ ഒരു ഉപജില്ലയിൽ ഉണ്ടാവില്ല. എല്ലായിടത്തും അധ്യാപകരുടെ ഈ കൂട്ടായ്മയ്ക്ക് പറയുന്നത് വികസന സമിതി, അധ്യാപക കൂട്ടായ്മ എന്നൊക്കെയാണ്. ഇത് നമ്മുടെ കുറച്ച് പൂർവികര് പണ്ട് പ്രൈമറി സ്കൂളുകളിലെ മാത്രം AEO തലത്തിൽ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഇതിലേക്ക് കൂടി വരുന്നതിന് മുമ്പ് ഈ പ്രൈമറി സ്കൂളുകളുടെ മാത്രം വടക്കാഞ്ചേരിയിലെ അക്കാദമിക് പ്രവർത്തനം, അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ SSK സംവിധാനമൊക്കെ വരുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ സ്കൂളുകൾ, ഓരോ അധ്യാപക സംഘടനകൾ, ഓരോ ഏജൻസികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വടക്കാഞ്ചേരിയിലെ എല്ലാ സ്കൂളുകളിലും യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ എല്ലാവർക്കുമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കുക, അങ്ങനെ അക്കാദമികമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഉള്ളതാണ്. അപ്പോൾ അവരോടൊക്കെ കൂടെ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. തീർച്ചയായും ആ കാലഘട്ടത്തിൽ ഒരു വടക്കാഞ്ചേരി മാതൃക സൃഷ്ടിച്ച മുഴുവൻ അധ്യാപക ശ്രേഷ്ഠരെയും വളരെ സ്നേഹപൂർവ്വം ഇപ്പോൾ ഓർമ്മിക്കുന്നു. ഇങ്ങനെ ഒരു ഐക്യനിര തലമുറകൾ കഴിഞ്ഞാലും ഉണ്ടാകണമെന്ന ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്തിയ അധ്യാപക നേതൃത്വത്തിന്, ശ്രേഷ്ഠർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഇവിടെ നിന്ന് ഈ തലമുറ അർപ്പിക്കുകയാണ്. തീർച്ചയായും അതൊരു പുതിയ അനുഭവം കൂടിയാണ്. അതെ, അത് മാത്രമല്ല ഇവിടെ മാറി മാറി വരുന്ന AEOമാർ അവർ വിവിധ വ്യത്യസ്തമായ ജില്ലകളിൽ നിന്നായിരിക്കും വരിക. അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയും, ഈ അക്കാദമിക് കൗൺസിലോ ആ പേര് നമുക്ക് മാറ്റാം, ഇത് വികസന സമിതിയാണ് എല്ലായിടത്തും എന്ന് പറയും. പക്ഷേ ഇവിടുത്തെ ഒരു അധ്യാപക സംഘടനയും അതിന് സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ അക്കാദമിക് കൗൺസിൽ എന്ന് പറഞ്ഞാൽ അതാണ് വടക്കാഞ്ചേരി മോഡൽ, വൺ ആൻഡ് ഓൺലി വടക്കാഞ്ചേരി മോഡൽ അങ്ങനെ തന്നെ നിലനിൽക്കുകയും കൂടുതൽ വ്യാപിക്കുകയും പടരുകയും ചെയ്യട്ടെ. പക്ഷേ എന്താണ് അവസാന ഘട്ടത്തിൽ വളരെ വേഗത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? കൂട്ടിച്ചേർക്കാൻ എന്ന് പറഞ്ഞാൽ, ഒന്നാം ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് പ്രതികൂല സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നില്ല, അന്ന് മഴ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് വൈകുന്നേരം നമ്മൾ സംസാരിച്ച് അന്ന് നമ്മളുടെ മക്കളെല്ലാം ഇവിടുന്ന് പോയി വീട്ടിലെത്തിയതിന് ശേഷം ആണ് നമ്മളന്ന് മഴ പെയ്തത്. ആ മഴ പെയ്തതിന് ശേഷം നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം സജീവമായിരുന്നു. രാത്രി 12 മണി മുതൽ നമ്മുടെ ഇവിടുത്തെ വളണ്ടിയേഴ്സ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഒരാൾ ഹരിത കർമ്മസേന ഉൾപ്പെടുന്ന, അതുപോലെ തന്നെ ചെയർമാൻമാർ, വൈസ് പ്രസിഡന്റുമാരൊക്കെ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ട് പിറ്റേ ദിവസം മത്സരം തുടങ്ങാൻ കഴിയുമോ, കൃത്യസമയത്ത് തുടങ്ങാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് നമ്മൾ അക്കാഡമിക് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിൽ വളരെ ആക്റ്റീവായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ PWD ഉൾപ്പെടെ ഉള്ള എൻജിനീയർമാരെ വരുത്തി നമ്മുടെ 14 വേദികളും പരിശോധിച്ച് കൃത്യസമയത്ത് തന്നെ, ഒന്നാം വേദി ഒഴികെ ബാക്കി എല്ലാ വേദികളും 9:30-ക്കും 10 മണിക്ക് തന്നെ ഒന്നാം വേദിയും ആരംഭിക്കാൻ കഴിഞ്ഞു. അത് നേരത്തെ മാഷ് പറഞ്ഞ ഇവിടെ കൺവീനർ എന്ന് നമ്മൾ പ്രഖ്യാപിക്കും, ഒന്നാം ദിവസം തിരഞ്ഞെടുക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ ഇപ്പം ഈ നിൽക്കുന്ന റിസപ്ഷനിലെ മാഷാണ് പുറത്ത് അരങ്ങ് കെട്ടിയിട്ടുള്ളത്. ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണാൻ കഴിയും. നമ്മളെ ഇന്ന ആള് എന്നൊന്നുമില്ല, ഏത് കൺവീനർമാരും. പന്തലിന്റെ മാഷാണ് ആംബുലൻസിന് പകരം വണ്ടി ഓടിച്ചത്. യെസ്, നേരത്തെ ഹെൽത്തിന്റെ കൺവീനർ പറഞ്ഞു പന്തലിന്റെ ആളാണ്, ഞാനായിരുന്നു ആംബുലൻസ് ഡ്രൈവർ. അതെ, നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും
നമ്മുടെ മക്കളായി കരുതിക്കൊണ്ട് അവർക്ക് എന്തൊക്കെ നമുക്ക് ഉപകാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മളത് ഇനിയും തുടരും, നമ്മളെ പോലെ തുടരുന്നു, ഇനിയും തുടരും, ഈ വിജയഗാഥയും തുടരുന്നു കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ കൈമാറും. തുടരും എന്നതാണ് നമ്മുടെ വാക്യം. ഇന്നത്തെ സമാപന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? സമാപന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒന്നാം വേദി ഒഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ട്രോഫി കമ്മിറ്റി ഒഴിഞ്ഞു എന്നാണ് പറഞ്ഞത്, കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഏകദേശം ഇനി പിന്നെ ട്രോഫി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട്, പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം റിസപ്ഷൻ കൺവീനറുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ വേദിയിൽ ഇനി സമാപന ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് നടത്തേണ്ടത്. അതും കൂടി ഭംഗിയായി കഴിഞ്ഞാൽ, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മേള മുന്നോട്ട് പോയിട്ടുണ്ട്, അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി ഈ വരവൂരിൽ നിന്നും ഞങ്ങൾക്ക് വിട പറഞ്ഞു പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. തീർച്ചയായും ഒന്നാമത്തെ വേദി വളരെ വേഗം സജ്ജമാക്കി കാലാവസ്ഥയെ കൂടി മറികടന്ന് സമാപന സമ്മേളനം ഇതിൻ്റെ പ്രൗഢിയോടെ കൂടെ തന്നെ നടത്താനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. റിസപ്ഷൻ പക്ഷേ എല്ലാവരും വിളിച്ച് ഉറപ്പിച്ചു, ഗസ്റ്റുകളൊക്കെ സമയത്തിന് തന്നെ വരും. തീർച്ചയായിട്ടും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ വേദി നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു കിട്ടിയാൽ നമ്മളവിടെ സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർപേഴ്സണും വരവൂര് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീമതി പി സുനിത അധ്യക്ഷത വഹിക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വടക്കാഞ്ചേരിയുടെ MLA ശ്രീ സേവ്യർ ചിറ്റിൽപ്പിള്ളിയാണ്. അതോടൊപ്പം തന്നെ അവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നത് നമ്മുടെ പഴയന്നൂര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എം അഷ്റഫ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KB നഫീസ, ഒപ്പം തന്നെ നമ്മുടെ വടക്കാഞ്ചേരിയുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ PM സുരേന്ദ്രൻ എന്നിവരാണ്. അതോടൊപ്പം തന്നെ നിരവധി വിശിഷ്ട വ്യക്തികളും കൂടെ ഉൾപ്പെടുന്ന ആ ഒരു പ്രൗഢഗംഭീരമായ ആ ഒരു സദസ്സ് നമ്മൾ ഏകദേശം ഒരു 5:30 അല്ലേ മാഷേ, 5:30 നമുക്ക് സമാപന സമ്മേളനം ആരംഭിക്കാൻ കഴിയും എന്നതാണ് പ്രതീക്ഷ. എല്ലാവരും പറഞ്ഞതുപോലെ മറ്റുള്ള അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ ഒരുപാട് പ്രതികൂലമായ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള പ്രതികൂലമായ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ട് പോലും വളരെ ഭംഗിയായി നടക്കുന്ന, അതായത് ഒരു ഭയങ്കര അച്ചടക്കത്തോടു കൂടി നടക്കുന്ന ഒരു കലോത്സവമാണ് ഇത്തവണത്തേത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ റൈറ്റ് വിഷൻ നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം, കാരണം പുറംലോകം അറിയാനുള്ള ഒരു വലിയ കുട്ടികളുടെ കഴിവും കാര്യങ്ങളും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പുറം ലോകം അറിയാനുള്ള ആ ഒരു പ്രവർത്തനം ചെയ്ത റൈറ്റ് വിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെയും എന്താ പറയുക നിർലോഭമായ സഹകരണം ഉണ്ട്. അതുതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട മറ്റു സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് ഈ ഒരു സബ്ജക്റ്റിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നോട് അറിയിച്ചുകൊണ്ട് നിർത്തും. തീർച്ചയായും വടക്കാഞ്ചേരി മോഡലിലെ രണ്ടാം ഘട്ടമാണ് ലൈവ് സംപ്രേഷണം. മറ്റു ഉപജില്ലകൾക്ക് മാതൃകയാക്കാവുന്ന ഒന്നാണ് അല്ലേ? നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞു, വലിയ രീതിയിൽ ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. സ്വന്തം കയ്യിലുള്ള ഫോണിൽ സ്വന്തം കുട്ടിയുടെ പരിപാടി ഇവിടെ വന്ന് കാണാൻ കഴിയാത്തവർക്ക് അത് കാണാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. ആ രക്ഷിതാവിൻ്റെ സംതൃപ്തിയൊന്നും നമുക്ക് അളക്കാൻ കഴിയില്ല. കുട്ടിയുടെ പ്രകടനത്തെ ഉള്ളം കൈയിലേക്ക് എത്തിച്ച റൈറ്റ് വിഷന് പ്രത്യേകം നന്ദി അക്കാദമിക് കൗൺസിലിന് വേണ്ടി അറിയിക്കുകയാണ്. കാരണം രക്ഷിതാവ് വീട്ടിലിരുന്ന് ഉള്ളം കയ്യിൽ ഒരു വിരൽ നിൽക്കുമ്പോൾ തൻ്റെ കുട്ടി പെർഫോം ചെയ്യുന്നു. അവരുടെ ഒരു സന്തോഷത്തിന് നമുക്കൊരിക്കലും അതിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പിന്നെ ഞാൻ എപ്പോഴും വിട്ടുപോയൊരു കാര്യമുണ്ട്, അത് എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. നമ്മളെല്ലാവരെയും കുറിച്ചും പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞ വരവൂർ സ്കൂളിലെ മക്കളെ കുറിച്ചാണ്. ആ കുട്ടികൾ സാധാരണഗതിയിൽ ഒരു സ്കൂളിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ ഒരു വാക്കുണ്ടല്ലോ, എന്താ മെയിൻ ആകുക, റോള് കളിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നീ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് റോള് കളിക്കുന്നോ അല്ലെങ്കിൽ മെയിൻ കളിക്കുന്നോ അങ്ങനെയൊക്കെ. അത്തരത്തിലുള്ള ഒരു പ്രവണതയില്ലാതെ ഇവിടെ വന്ന എല്ലാവരെയും അവർ മനസ്സുകൊണ്ട് വരവേറ്റ് സന്തോഷത്തോടുകൂടി അവരുടെ കൂട്ടത്തിൽ കൂട്ടി അല്ലേ, ഒരു പ്രശ്നവും ഇല്ലാതെ കൊണ്ടുപോയത് ഈ കുട്ടികളുടെ ഒരു അച്ചടക്കം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അവർക്ക് അതിന് വേണ്ട ഗൈഡൻസ് കൊടുത്ത ഇവിടുത്തെ അധ്യാപകരെയും നമുക്ക് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം സാധാരണ പോയാൽ എവിടെയാണല്ലോ ആ സ്കൂളിലെ കുട്ടികൾ അംഗബലത്തിൽ ഇവരല്ലേ കൂടുതൽ, എത്ര എങ്ങനെ കളിച്ചാൽ ഇത് അവരുടെ തട്ടകമാണ്. ഇവിടെ വരുമ്പോൾ അംഗബലത്തിൽ അവർ കൂടുതലാണ്. അപ്പം വരുന്നവനെ ഒന്ന് കാണിക്കുക. അപ്പൊ ആ തട്ടകത്തിന്റെ വീര്യം മറ്റേ തിണ്ണമെടുക്കുക എന്ന് പറയുന്ന സംവിധാനം, അപ്പൊ ആ ഒരു സംവിധാനത്തിൽ അവർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ മക്കള് എടുത്തെടുത്ത് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അവർ വളരെ ശ്രദ്ധയോട് പക്വതയാർന്ന പെരുമാറ്റം.
അവരെ എത്രത്തോളം പ്രശംസിച്ചാലും മതിയാവില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. മാഷ്കു അത് തന്നെയായിരിക്കും എന്ന് തീർച്ചയായും. കാരണം ഒരു നിസ്സാരമായിട്ടുള്ള വാക്ക് തർക്കം പോലും വേദികളിൽ എവിടെയും ഉണ്ടായിട്ടില്ല. കുട്ടികൾ തമ്മിലുള്ള സംഘർഷം എവിടെയും ഉണ്ടായിട്ടില്ല. അത് ഈ തുറന്ന മനസ്സോടുകൂടി നമുക്ക് വരവൂരിൻ്റെ ഈ സ്കൂളിൻ്റെ ഗേറ്റ് ഇങ്ങോട്ട് തുറക്കുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ കുട്ടികൾ വളണ്ടിയേഴ്സായിട്ട് നിന്നിരുന്ന സമയത്തും അവരുടെ സ്വീകരിക്കുന്ന രീതി വളരെ ഹൃദ്യമായ ഒന്നാണ്. അത് ഒരു അടക്കവും ഒതുക്കവും വിനയവും ഒക്കെ കുട്ടികൾക്ക്, അതായത് ഡിസിപ്ലിൻഡ് ആയതിൻ്റെ ഒരു ഗുണം ഉണ്ട്. തീർച്ചയായും അവർ മറ്റുള്ളവരെ സ്വീകരിച്ചിട്ടുണ്ട്. 1400 കുട്ടികൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. അക്കാദമിക് കൗൺസിലിൻ്റെ അഭിനന്ദനം 1400 കുട്ടികളെയും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം അവരുടെ പക്വത, അവരുടെ പ്രായത്തിൽ കവിഞ്ഞ പക്വത അവർ കാണിക്കുന്നു. അതാണ്. താങ്ക് യു. റിസൾട്ടിൽ എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട്. അതിന് കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, സാധാരണ നമ്മൾ പബ്ലിസിറ്റി അല്ലെങ്കിൽ അക്കാദമിക് കൗൺസിൽ ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ അപ്പീൽ വരും. അപ്പോൾ അതിന് നമ്മൾ അപ്പീൽ കമ്മിറ്റിക്ക് നമുക്ക് ഓരോ സ്റ്റേജിൻ്റെയും ഡോക്യുമെൻ്റ് കൊടുക്കണം, അതായത് വീഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് റൈറ്റ് വിഷൻ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് സ്റ്റേജ് ചെയ്യുന്നുണ്ട്. ബാക്കി മുഴുവൻ സ്റ്റേജുകളും ഇവിടുത്തെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ കുട്ടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യ ദിവസം അവരെ ഏൽപ്പിച്ചതാണ് ആ സംഭവം. അവർ വളരെ കൃത്യമായിട്ട് അവർ അടുത്തേക്ക് പോവേണ്ട, അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ അവരെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലുള്ള സ്റ്റേജുകൾ, അതായത് നൃത്ത ഇനങ്ങളുള്ള സ്റ്റേജുകൾ നമ്മൾ കവർ ചെയ്യുന്നത്, അത് വളരെ കൃത്യമായിട്ട് രാത്രി 9 മണിക്ക് അവർ ഫുള്ള് അതെല്ലാം എടുത്ത കാര്യങ്ങൾ സിസ്റ്റത്തിലേക്ക് മാറ്റി ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത് ലിറ്റിൽ കൈറ്റ്സിൻ്റെ കുട്ടികളാണ് എന്നാണ്. അതാണ് പറയുന്നത്. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് എന്നെ പറയാൻ കാരണം ചെയ്യും, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാനിത് ഏറ്റെടുത്ത് ചെയ്തിരുന്നതാണ്. അവർ പിന്നാലെ നടക്കും, ഇത് ഇവിടെ നിന്ന് എണീറ്റ് പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കൃത്യമായിട്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അവരത് രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ 9 മണി വരെയൊക്കെ ഇരുന്ന് അത് സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്തിട്ടാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്. ഇന്നലെയൊക്കെ ഒരു കുട്ടി 9:30 കഴിഞ്ഞിട്ട് ഞാനും ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ മാഷേ ഞാൻ കഴിഞ്ഞ് ഞാൻ പോട്ടെ എന്ന് വെച്ച് എന്നെ വിളിക്കുകയാണ്. അത്രത്തോളം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവരെ ആദരിക്കുന്നുണ്ട്. നമുക്ക് അത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. തീർച്ചയായും വെറുതെയല്ല വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾ, IT കമ്പനികൾ കൊച്ചിയെ തേടി വരുന്നത്. കാരണം ഈ ഡോക്യുമെൻറ്റേഷനൊക്കെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ചെയ്യുകയാണ്. ഇവർ പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും മികച്ച IT തലച്ചോറുകളായിട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നത്. എല്ലാ വൻകിട കമ്പനികളും കേരളത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് പാകമായിട്ടുള്ള ഒരു വിഭവങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന അഭിമാനകരമായ കാഴ്ചയാണ്. വിശേഷം പങ്കുവച്ചതിന് വളരെ നന്ദിയുണ്ട്. പ്രേക്ഷകർ ഈ മാറ്റം കൂടി അറിയട്ടെ. നമ്മുടെ കുട്ടികൾ അത്ര ചെറിയ കുട്ടികളല്ല എന്ന്, അവർ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അത്ര ചെറുതല്ല എന്നും, ജെൻസി എന്നും ഇങ്ങനെ വിമർശിക്കപ്പെടേണ്ടവരല്ല എന്നും, അവർ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നുമുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ പുറം ലോകം അറിയട്ടെ. നന്ദി മഷി. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് അവരെ ആദരിക്കുന്ന ചടങ്ങ് സംപ്രേഷണം ചെയ്യാം. അപ്പോൾ നമ്മുടെ സംഘാടനത്തിന് അനന്തകൃഷ്ണ മാഷ് ഉൾപ്പെടെ ട്രോഫി കമ്മിറ്റി എല്ലാം സജ്ജമാക്കി അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? എന്ത് മനോഹരമായിട്ടാണ് ആ ട്രോഫി റൂമിൽ ചെന്നാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റുക. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പണികളും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിൻ വേദിയിലേക്ക് മാഷയുടെ പണി തുടങ്ങാൻ പോവുകയാണ് അല്ലേ? എന്താ സ്ഥിതി? 2 മണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിയും. എന്തായാലും ഇന്നാണ് ട്രോഫി കമ്മിറ്റിക്ക് കൂടുതൽ ജോലിയുള്ളത്. ഇന്ന് ഏകദേശം ഒരു 3:30 മണിയോടുകൂടി ട്രോഫികളെല്ലാം തന്നെ നമ്മുടെ പ്രധാന വേദിയുടെ മുൻവശത്ത് ഞങ്ങൾ അടുക്കി വെക്കുന്നുണ്ട്. എല്ലാം തരംതിരിച്ച് ഐറ്റം വൈസായിട്ടാണ് അവിടെ ഞങ്ങൾ പ്രദർശനത്തിന് വെക്കുന്നത്. എല്ലാ മത്സരങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രോഫി വിതരണം നടക്കുന്നതാണ്. അതിന് മുന്നോടിയായി ആദ്യം ചെയ്യുന്നത് നമുക്ക് ഈ ഹരിത കർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്നു. അതിനുശേഷം ബെസ്റ്റ് ആക്ടർ ആദരിക്കുന്നു. അതിനുശേഷമാണ് ട്രോഫികളൊക്കെ വിതരണം ചെയ്യുന്നത്. എല്ലാ ട്രോഫികളും എത്തിയിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുമുണ്ട് സാർ. അതിമനോഹരം, ഗംഭീരമായിട്ട്. മാതിരി സമയബന്ധിതമായിട്ട് തന്നെ നമ്മളത് ഇത്തവണ അടിവരയിട്ട് പറയുക, സമയബന്ധിതമായിട്ട് തന്നെ പ്രോഗ്രാമുകൾ തീർക്കുന്ന കലാമേളയായിട്ട് വരവൂര് മാറട്ടെ. അങ്ങനെയാണ്. പക്ഷേ എന്താണ് ഒന്ന് രജിസ്ട്രേഷൻ ഒന്ന് കൂട്ടിച്ചേർക്കാൻ? രജിസ്ട്രേഷൻ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ഞാൻ. രജിസ്ട്രേഷൻ ഈ വർഷം ചരിത്രത്തിൽ ആദ്യമായി തലേ ദിവസം തന്നെ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കുട്ടികൾക്കുള്ള പാർട്ടിസിപ്പേഷൻ കാർഡ് എല്ലാ വിദ്യാലയങ്ങളും 100% അത് തലേ ദിവസം തന്നെ കൊണ്ടുപോയി
എത്താൻ കഴിയാത്ത ഒരു വിദ്യാലയത്തിന് മാത്രം ഓൺലൈനായിട്ട് നമുക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. അതേപോലെ മറ്റ് 3 ദിവസങ്ങളിലും 4 ദിവസങ്ങളിലും അതിൻ്റെ ടോക്കൺ വിതരണമായിരുന്നു, ഭക്ഷണത്തിനുള്ള കൂപ്പൺ വിതരണമായിരുന്നു. അതൊരു ക്യൂ പോലും ഇല്ലാതെ വളരെ നല്ല നിലയിൽ അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു ക്യൂ പോലും ഒരു സമയത്തും രൂപപ്പെട്ടിട്ടില്ല. ഇല്ല. അതുപോലെ എത്ര ഫുഡ് വേണമെന്നുള്ളത് രജിസ്ട്രേഷനാണ് അവർക്ക് കണക്ക് കൊടുക്കേണ്ടത്. അത് കൃത്യമായി കൊടുത്തത് കൊണ്ട് തന്നെ അവർ ഇതുവരെ തെറ്റിയിട്ട്, കാരണം ഭക്ഷണം കിട്ടാത്ത ഒരു പ്രശ്നം, കലവറ പ്രതിസന്ധിയിലായ ഒരു കുഴപ്പം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിമനോഹരമാണ്. അപ്പോൾ രജിസ്ട്രേഷൻ വളരെ കൃത്യമായതുകൊണ്ട് അതിന്റെ കണക്ക് നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. അത് നോക്കിയിട്ടാണ് മധുവട്ടൻ അരിയിടുന്നത്. അപ്പോൾ കൃത്യമാണ്. അപ്പോൾ ആ പണി വളരെ മനോഹരമായി നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെൽഫെയറിൻ്റെ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ മേളകൾ അവസാനത്തിലേക്ക് കടക്കുകയാണ്. മേളകൾ കടക്കുമ്പോൾ സംഘാടക സമിതിക്കും ആശ്വസിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അതേ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നു. സമാപന സമ്മേളനം കഴിയുന്നത് വരെ ഇതേ കാലാവസ്ഥ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ വരവൂരിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റേതായാലും എല്ലാ വിഭാഗം ആളുകളുടേതായാലും കലോത്സവം അവർ നെഞ്ചിലേറ്റി അത് സമാപന സമ്മേളനത്തിൽ നമുക്ക് ദൃശ്യം ആകും. നമുക്ക് അങ്ങനെ ഈ കലോത്സവം ഒരിക്കലും മറക്കാനാവാത്ത കലോത്സവമായി, വരവൂരിൻ്റെ കലോത്സവമായി, ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കലോത്സവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതിമനോഹരം. നമ്മുടെ സംഘാടകർ ഇങ്ങനെ സംഘടിപ്പിച്ച് അതിൻ്റെ ഒരു സന്തോഷത്തിലും അതിൻ്റെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന ആവേശത്തിലുമാണ്. നമ്മുടെ മാഷ് നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ ട്രോഫി കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള മാഷ് ഗഫൂർ മാഷ് അല്ലേ പറഞ്ഞ്, ഗഫൂർ മാഷ് നമ്മോടൊപ്പം ഉണ്ട്. നല്ലൊരു ഗായകനാണ്. ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് ഒന്ന് പാടാം മാഷ്. പാട്ട് എന്തായാലും ഇപ്പോൾ പാടാൻ പ്ലാനിലല്ല. എന്തായാലും സംഘാടനം വിളിച്ചോതിയ മറ്റൊരു കലാമേള കൂടി വരവൂരിൻ്റെ മണ്ണിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഒട്ടേറെ അടയാളപ്പെടുത്തലുകൾ ഈ വരവൂരിൻ്റെ മണ്ണിൽ ഉണ്ടായിട്ടെന്ന് ചരിത്രം തന്നെ സാക്ഷിയാണ്. നമുക്കറിയാം സംഘാടന മികവ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരുടെ സംഘടനയെ കുറിച്ച് പറയുമ്പോഴും എവിടെ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അതൊക്കെ കൂട്ടിയിരുന്ന് അതൊക്കെ മികവിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ഒരു സംഘാടനം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഹരിതകർമ്മ സേവനം ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം വരവൂരിന് മാത്രം അവകാശപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വേറെ എവിടെയും കാണാത്തൊരു കാര്യമാണ്. അവരെ സപ്പോർട്ട് ചെയ്ത അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അംഗങ്ങൾ കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്തായാലും വൻ വിജയം തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാലും പക്ഷേ 2 വരി നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കല്ലേ, അങ്ങനെ ഓർമ്മയിൽ നിന്ന് അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഏതും ആവാം. പക്ഷേ അങ്ങനെ ഇന്നലെ പാടിയതാണ്, നല്ല ഗാനമാണ്. സംഘാടകർ വെറും സംഘാടകരല്ല എന്നും മാഷക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു 4 വരി, ഏത് പാട്ടാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ പ്രേക്ഷകരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പാടിയതായിരുന്നു. പെട്ടെന്ന് പാടാൻ പറയുമ്പോൾ ഒരു പ്രയാസമുണ്ട്. എന്നാലും ഇങ്ങനെ പഴയ പാട്ടുകളൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ? അങ്ങനെ പണ്ട് കലോത്സവങ്ങൾക്ക് പാടിയ പാട്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എല്ലാ പാട്ടുകളും ഞാൻ ആസ്വദിക്കാറുണ്ട്. എന്നാലും ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മൂളുന്ന, നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നൊരു പാട്ടുണ്ടാവില്ലേ? പഴയ ഒരു ലളിതഗാനം ഓർമ്മ വരുന്നുണ്ട്. കണ്ടോ, അതാണ് ആ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. കലോത്സവം എന്ന് വെച്ചാൽ കോളേജ് തലങ്ങളിൽ മത്സരിക്കുന്ന ഒരു പാട്ട് ആയിരുന്നു. വരികൾ ഓർമ്മയുണ്ടെന്നറിയില്ല, എന്തായാലും തുടക്കം കുറച്ചൊന്ന് ശ്രമിച്ചു നോക്കാം. വരികളോ തന്നെ വരും. പക്ഷേ അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ട് കേട്ടൊന്നു മയങ്ങാൻ.
ഉറക്കമില്ലമ്മേയുറങ്ങാൻ നിന്റെ താരാട്ട് പാട്ടൊന്നു മയങ്ങാൻ രാത്രി പകലായി മാറ്റും ഞാൻ രാജമല്ലി മരച്ചോട്ടിൽ രാഗക്കുയിലായി പാടിയ പാട്ടിൻ രാജകുമാരനല്ലേ ഞാൻ രാജമെങ്ങമേ സൗഭാഗ്യനാളങ്ങമേ അമ്മ കുയിലേ ഒന്നു പാടൂ അമ്മിഞ്ഞ പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ഗംഭീരമായി. ഇതൊക്കെ മനസ്സിനകത്തുണ്ട്. ഇനിയുമുണ്ട്. 2 ചോദ്യം ചോദിച്ചാൽ ഇനിയും 2 പാട്ടുകൾ കൂടി ഉറപ്പായിട്ടും വരും. കാരണം അത് അന്ന് അങ്ങനെ എളുപ്പത്തിൽ മറന്നു പോകുന്നതല്ല. റൈറ്റ് വിഷനെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും ഗ്രാമാന്തരീക്ഷത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ നിറകിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തിക്കുന്ന റൈറ്റ് വിഷൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കും. തീർച്ചയായും നമ്മൾ കാണാത്തൊരു വിഭാഗമുണ്ട് മാഷെ ഈ സംപ്രേഷണത്തിൽ. കഴിഞ്ഞ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇതിൻ്റെ 100ാം വാർഷികം അടുത്താണ് നടന്നത്. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ചേർത്ത് വയ്ക്കുന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ വിദേശത്താണ്. അപ്പോൾ ഈ ലൈവിൻ്റെ ഒരു ഏറ്റവും മെച്ചം അല്ലെങ്കിൽ അതിന് വിദ്യാലയത്തെ അത്രയും ഇഷ്ടപ്പെടുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ഇവിടത്തേക്കാൾ കൂടുതൽ പുറത്താണ്. ആ പുറത്തുള്ളവരിലേക്ക് വരവൂരിൻ്റെ വിദ്യാലയ കാഴ്ചകൾ എത്തുന്നു എന്നതാണ് ഈ ലൈവിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷം. തീർച്ചയായും. അപ്പോൾ വരവൂരിൽ നിന്ന് മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ ചേലക്കര വിദ്യാലയം CGMSൽ അധ്യാപകനാണ് ഞാൻ. അപ്പോൾ അവിടെയുള്ള ആ മേഖലയിൽ എന്ത് പരിപാടികളുണ്ടെങ്കിലും റൈറ്റ് വിഷൻ അവിടെ എത്താറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി കൂടിയാണ് എന്നതൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് സംഘാടകർ കടന്നുപോയത്. സംഘാടകർ കേവലം സംഘാടകർ മാത്രമല്ല, പഴയ കാലഘട്ടത്തിലെ കലാപ്രതിഭകൾ കൂടിയാണ് എന്ന് അനുസ്മരിപ്പിക്കുന്നതാണ് പ്രകടനം ഉണ്ടായത്. തീർച്ചയായും നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കലോത്സവ ദൃശ്യങ്ങളുമായി തിരിച്ചെത്താം. ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം. 5 പേരുടെ കോർണർ സോഫ വെറും 19,990 വിലയുള്ളൂ. ഫാമിലി കോട്ട് ബോക്സ് സെറ്റിൽ കേട്ടോ. ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് 7,990. കണ്ടോ, നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും 7,990. 2 ഡോർ 6.25 ആയിട്ടുള്ള ബിഗ് അലമാറ വെറും 4,990 കേട്ടോ കൊടുക്കണേ. കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്. ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം. നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ട്.